ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു 9 ചെടികളാണ് കേട്ടോ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പ്ലാന്റ്സിൻ്റെ റേറ്റ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്. ആ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്കായിട്ട് അയച്ചു തരാനും പോകുന്നത്. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ആരും മറന്നു പോകരുതേ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ഓരോ പ്ലാന്റിൻ്റെയും വലുതായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫോട്ടോയും കൂടി കാണിക്കാം. ഫസ്റ്റ് വൺ ഇക്സോറയുടെ മിനിയേച്ചർ വെറൈറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കാണുന്ന തെറ്റിച്ചെടിയുടെ മിനിയേച്ചർ വെറൈറ്റിയാണിത്. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു വെറൈറ്റിയാണ്, നല്ലൊരു കളറാണ്, കോമൺ കളറല്ല, ഈ ഒരു കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഇതിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഡീപ്പ് റെഡ് കളറല്ല, ഒരു പിങ്ക് കൂടിയ റെഡ് പോലത്തെ കളറാണ്, ഇതുപോലത്തെ ഒരു കളറാണ് വരുന്നത്. ഇതിനും നമുക്ക് സെയിം 50 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും മണ്ണ് കളയാതെയാണ് നമ്മൾ അയക്കുന്നത്. ഇനി മിനിയേച്ചർ ഇക്സോറയുടെ വൈറ്റാണ് കേട്ടോ, ഈ കളറാണ് പ്ലാന്റിന് വരുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറുള്ള പ്ലാന്റിനും നമുക്ക് സെയിം 50 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും ഇലയ്ക്കൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 2 ക്രീപ്പർ പ്ലാന്റ് കാണാം. ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് അത്ര കോമൺ അല്ല, ഇതുപോലെയാണ് പൂക്കൾ ഉണ്ടാവുന്നത്. മുട്ടുകൾ മുളക് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഫ്ലോറ ഓഫ് ഇന്ത്യ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇനി അടുത്തത് ഈ കാണുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിന് ത്രിസ്റ്റിലാഡിയ ക്രീപ്പർ എന്നാണ് പേര് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ ട്രയാലിസിസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയാണ്. ഇതും അത്ര കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല, ഒരു പുതിയ വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് മരമുല്ലയാണ്. മരമുല്ലയുടെ നോർമലി നമ്മൾ കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അതിൻ്റെ ചെറിയ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിറച്ചും സീസൺ ആകുമ്പോൾ പൂക്കൾ കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. നല്ല സ്മെല്ലുമാണ് ഇതിൻ്റെ പൂക്കൾക്കുള്ളത്. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ചെടിയുടെ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ തൈകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഭയങ്കര ചെറുതെന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഗ്രോ ബാഗിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ജിമിക്കി കമൽ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇലിയോകാർപ്പസ് എന്നാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര്. അതിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പ്ലാന്റൊക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ജിമിക്കി കമലിൻ്റെ ചെടി വരുന്നത്. പൂക്കൾ ചിലപ്പോൾ ഉണ്ടാവില്ല, മാക്സിമം മുട്ടുകളുള്ള പ്ലാന്റ് തരാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിനും 80 രൂപയാണ് റേറ്റ്. ഇനി അടുത്തത് ഈ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഒളീവിയൻ സൺസെറ്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. നല്ല ഭംഗിയുള്ള ഓറഞ്ച് പൂക്കളാണ് തരുന്നത്. അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇനി അടുത്തത് ആമസോൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയാണ് വരുന്നത്. ഇതിന് നമുക്ക് 150 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതൊട്ടും കോമൺ അല്ലാത്തൊരു പ്ലാന്റ് ആണ്. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാട്സപ്പ് ചെയ്തോളൂ.